ബഹുമാനായിട്ടുള്ള യോഗാധ്യക്ഷൻ STUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള മുഴുവൻ നേതാക്കൾ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കും വരാൻ പോകുന്ന ബഹുമാനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുഴുവൻ നേതാക്കൾ, ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കോഴിക്കോട്ടെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും സാദര നമസ്കാരം. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ഈ ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കാൻ ഒരവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തൊഴിലാളി സമൂഹം ഇന്ന് രാജ്യത്തുടനീളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, അത് കേരള സർക്കാരുകൾ ഒരേപോലെ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ എണ്ണത്തിൽ ചെറുതെങ്കിലും ഈ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായി കാര്യമാത്രപ്രസക്തമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളിൽ, തൊഴിലാളി താൽപ്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം അത് സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണെന്ന് പറയും. നിങ്ങൾ ഏത് ജനവിഭാഗത്തെയാണോ പ്രതിനിധീകരിക്കുന്നത്, അവരുടെ ഏത് അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള, ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കെൽപ്പുള്ള ഒരു നേതൃത്വം ഈ യൂണിയനുണ്ട്. സ്വതന്ത്ര തൊഴിലാളി യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ധാർമ്മികമായിട്ടുള്ള ഒരു താല്പര്യം കൂടി തൊഴിലാളി വർഗ രംഗത്ത്, തൊഴിലാളി പ്രവർത്തന രംഗത്ത് കൊണ്ടുവരാൻ STUവിന് സാധിച്ചിട്ടുണ്ട്. ധാർമ്മികമായിട്ടുള്ള താല്പര്യമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കടന്നു വന്നത് ഈ കഴിഞ്ഞ ഡിസംബറിൽ മദ്രാസ് ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഒരു ഉത്തരവാണ്. അവിടെ മധുര കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായി. 818 കേസുകളിൽ മധുര കോർപ്പറേഷന് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകന് കോർപ്പറേഷൻ പണം കൊടുക്കാൻ, ഫീസ് കൊടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ P. തിരുമലൈ എന്നാണ് അഭിഭാഷകന്റെ പേര്, P. തിരുമലൈ. ആ അഭിഭാഷകൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി നടത്തിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ ഉദ്ധരിക്കുന്നൊരു വാചകം എനിക്ക് തോന്നുന്നത് അത് കേവലം തമിഴ്നാട്ടിലെ തൊഴിലാളികളെ മാത്രമല്ല, കേരളത്തിലെ തൊഴിലാളികളെയോ ദക്ഷിണേന്ത്യയിലെ തൊഴിലാളികളെയോ മാത്രമല്ല, ഭാരതത്തിലെ തൊഴിലാളികളെ മാത്രമല്ല, മറിച്ച് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി സമൂഹത്തിന് ഏറ്റവും ചരിത്ര പ്രാധാന്യമേറിയിട്ടുള്ള ഒരു വിധിയായി മനസ്സിലാക്കേണ്ട ഒരു വിധിയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. ആ വിധി ഇങ്ങനെ പറയുന്നു: തൊഴിൽ തർക്കത്തിൽ മദ്രാസ് ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ ആ വിധി പകർപ്പിൽ രേഖപ്പെടുത്തിയത് ഒരു വാചകമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി നൽകണം എന്ന മഹാനായ നബി തിരുമേനിയുടെ വാചകങ്ങളാണ്, മുഹമ്മദ് നബിയുടെ വാചകങ്ങളാണ് മദ്രാസ് ഹൈക്കോടതി ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൊഴിലാളി വർഗ രംഗത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം യാന്ത്രികമായിട്ടുള്ളൊരു പ്രവർത്തനമല്ല, അതല്ലെങ്കിൽ കേവലം നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രവർത്തനമല്ല. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിന് പുറകിലൊരു ധാർമ്മിക ശക്തിയുടെ പ്രേരണ കൂടിയുണ്ടെന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയന് നല്ല ബോധ്യമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, തൊഴിലാളികൾക്കിടയിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഭാഷയോ ഒന്നും ഭേദമില്ല. അതുകൊണ്ടാണല്ലോ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നൊക്കെ പറയുന്നത്. തൊഴിലാളിയാണ്. അവൻ്റെ അവകാശങ്ങൾ സംബന്ധിച്ചിടത്തോളം അവനിടയിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ
ലിംഗമോ ആയിട്ടുള്ള ഒരു ഭേദവുമില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നാണ്. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്നതും അത്തരം പ്രശ്നങ്ങളാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ ഇരിക്കുമ്പോൾ 2 ബജറ്റുകൾ കഴിഞ്ഞൊരു ക്ഷീണത്തിലാണ് നമ്മൾക്ക് ഇരിക്കുന്നത്. ഒന്നല്ല, 2 ബജറ്റുകളുടെ ക്ഷീണത്തിലാണ്. കുറുക്കോളി മൊയ്തീൻ സാഹിബ് ചോദിച്ചത് അതിവേഗ പാതയ്ക്കാണ്. മലപ്പുറം ജില്ലയ്ക്ക് ഒരു അതിവേഗ പാത വേണമെന്ന് കുറുക്കോളി മൊയ്തീൻ സാഹിബ്, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ തിരൂരിലെ MLA നിയമസഭയ്ക്കകത്ത് മലപ്പുറം ജില്ലയിലെ തിരൂരും അതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളും ബന്ധിപ്പിക്കുന്ന ഒരു അതിവേഗ റെയിൽപാത വേണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ അപഹസിച്ചുകൊണ്ട് പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? ഈ ഘട്ടത്തിലല്ല, ഈ ഒരു ഗവൺമെന്റിന്റെ കാലത്തല്ല, ഇനി വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റുകളുടെ കാലത്തും ഇത് അനുവദിക്കില്ല. അതുകൊണ്ട് സ്പീക്കർ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നിയന്ത്രിക്കണം. ഒരു മുഖ്യമന്ത്രിക്ക് ചോദിച്ച മറുപടി ആയിരുന്നില്ല. ഞാൻ അന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി, കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കേരളത്തിലെ റെയിൽവേ ചരിത്രം സംബന്ധിച്ച വിവരമില്ലാത്തത് കൊണ്ടോ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടോ ആയിരിക്കണം കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉന്നയിച്ച ആവശ്യം അനാവശ്യമായി തോന്നിയത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ട്രെയിൻ ഭൂപടത്തിൽ, കേരളത്തിന്റെ ട്രെയിൻ ഭൂപടത്തിൽ ഏറ്റവും ആദ്യം ഇടം പിടിച്ച സ്ഥലത്തിന്റെ പേര് തിരൂർ എന്നാണ്. ഏറ്റവും ആദ്യം ട്രെയിൻ ഓടിയ സ്ഥലം തിരൂരാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും മലപ്പുറം ജില്ലയ്ക്ക് ഒരു അതിവേഗ റെയിൽപാതയുടെ അവകാശമില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചെങ്കിൽ ഏറെ കാലമൊന്നും കഴിഞ്ഞല്ല. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ പാതകളിലൊക്കെ കുറുക്കോളി മൊയ്തീൻ സാഹിബ് നിർദ്ദേശിച്ച അതേ പാത കടന്നു വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളം ഒരു അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. അതിവേഗ റെയിൽപാത ആഗ്രഹിച്ച കേരളത്തിന് ആമ വളർത്തൽ കേന്ദ്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇന്നത്തെ ബജറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കടലാമയുടെ പ്രജനനത്തിനും കടലാമയുടെ വികസനത്തിനും വേണ്ടിയുള്ള ഒരു കടലാമ വളർത്ത് കേന്ദ്രം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഈ ടോംസിന്റെ ബോബനും മോളിയിലുണ്ട് പുന്നയ്ക്ക വികസന കോർപ്പറേഷൻ, അങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിപ്പോ എന്താണ്? ഈ കടലാമകളെ സംരക്ഷിക്കണം, തർക്കമൊന്നുമില്ല. പക്ഷേ നോക്കൂ, ഒരു ഐറണി എന്നൊക്കെ പറയുന്നത്, അതിവേഗ റെയിൽപാതയിലൂടെ കുതിക്കാൻ ആഗ്രഹിക്കുന്ന, വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന കേരള പൊതുസമൂഹത്തിനെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം അത് താമരമൊട്ടായിരുന്നു. അതെന്തായെന്നറിയില്ല. താമരമൊട്ട് വികസനമായിരുന്നെങ്കിൽ ഇത്തവണ കടലാമ വികസനമാണ്. കേന്ദ്ര സർക്കാർ ഇതുപോലെ കേരളത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിന്റെ ബജറ്റ് എന്തായിരുന്നു? കേരളത്തിന്റെ ബജറ്റും കേരളത്തിന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ബാലഗോപാലിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിന്റെ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പോലെയാണ്. പേരിന് മസാല ദോശയാണ്, പക്ഷെ ഉരുളക്കിഴങ്ങാകത്തില്ല. ഖജനാവിന് വല്ലതും വേണ്ടേ? എടുത്തു കൊടുക്കാൻ ഖജനാവിന് വല്ലതും വേണ്ടേ? കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളം മുച്ചൂടും മുടിച്ചൊരു സർക്കാർ ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കയ്യിലുള്ളതെല്ലാം വിറ്റ്, കയ്യിലുള്ളതെല്ലാം കഴിഞ്ഞ് നിത്യനിദാന ചിലവുകൾക്കടക്കം കോടിക്കണക്കിന് റുപ്യ കടം വാങ്ങി കുത്തുപാള എടുത്തൊരു സർക്കാർ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് 100 ദിവസം മാത്രം ഇനി ആയുസ്സുള്ളൊരു സർക്കാർ കേരളത്തിൽ വന്ന് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ പ്രഖ്യാപനങ്ങളൊന്നും അവർ നടത്തുന്നില്ല എന്ന് അവർക്ക് കൂടി ബോധ്യമുള്ളത് കൊണ്ടാണ് ബാലഗോപാൽ ഒരു പക്ഷേ ഇതുപോലെ വാചാലനായിട്ടുണ്ടാവുക. പക്ഷേ വാചക കസരത്തുകൾക്കപ്പുറം കേരളത്തിൽ പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാനോ നടപ്പിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. 10 വർഷമായിട്ട് ഇവർ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിൻ്റെ 35% മാത്രമാണ് കേരളത്തിൽ. ആ പദ്ധതി വിഹിതത്തിന് 35% മാത്രമാണ് പ്രായോഗിക തലത്തിൽ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ബാക്കി 60% വേസ്റ്റ് നടപ്പാക്കാതെ പോകുന്നു. പക്ഷെ ഇപ്പോ നമുക്കൊരു കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞു, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പോലെ ഈ ബീച്ച് കടലിൽ നിന്ന് ഈ ബീച്ചിലേക്ക് ഇങ്ങനെ അടിക്കുന്ന ഒരു മന്ദമാരുതനെ പോലെയാണ് UDFന്റെ ഒരു കാറ്റടിച്ചത്. ചെറിയൊരു മന്ദമാരുതനെ പോലെയാണ് UDFന്റെ കാറ്റടിച്ചത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ആ മന്ദമാരുതനെ അടിച്ചപ്പോൾ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരുപാട് വടവൃക്ഷങ്ങൾ നിലം പതിച്ചു. ശിരസൊടിഞ്ഞ് ഇടതുപക്ഷ മുന്നണിയുടെ പല വടവൃക്ഷങ്ങളും കേരളത്തിലുടനീളം നിലം പതിച്ചു.
അത് കൊല്ലം കോർപ്പറേഷനായിട്ടും തൃശ്ശൂർ കോർപ്പറേഷനായിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒക്കെയായിട്ട് നമ്മൾ കണ്ടു. മലപ്പുറം ജില്ലയിലെ 94-ൽ 90 പഞ്ചായത്തുകളായിട്ട് നമ്മൾ കണ്ടു. ആകപ്പാടെ ഇടതുപക്ഷം കോർപ്പറേഷനിൽ നാണം മറയ്ക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായ ഒരു 166 വോട്ടിന്റെ മാറ്റം കൊണ്ടാണ്. അതല്ലെങ്കിൽ അതുമില്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ കടലിൽ നിന്നിങ്ങനെ മന്ദമാരുതൻ ആഞ്ഞടിക്കുന്നത് പോലെ UDFന്റെ ഒരു മന്ദമാരുതനാണ് അടിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 100 ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്നത് UDFന്റെ മന്ദമാരുതനല്ല, UDFന്റെ കൊടുങ്കാറ്റാണ് അടിക്കാൻ പോകുന്നത്. കേരളത്തിലുടനീളം ഇടതുപക്ഷം കെട്ടിപ്പൊക്കിയ സകലമാന രാവണൻ കോട്ടകളും ഈ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്നു വീഴാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ധർമ്മടമാകട്ടെ, തലശ്ശേരിയാകട്ടെ, ബേപ്പൂരാവട്ടെ, കോഴിക്കോട് സൗത്ത് ആകട്ടെ, നോർത്ത് ആവട്ടെ, അങ്ങനെ കേരളത്തിൽ ഇവർ കെട്ടിപ്പൊക്കിയിട്ടുള്ള സകലമാന ഇടതു കോട്ടകളും തകർന്നടിയാൻ പോവുകയാണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. കോഴിക്കോടൊക്കെ ഇടതുപക്ഷം എത്രയോ കാലമായി കൈവശം വെച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതും അവർക്ക് നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ സ്വീകരണത്തിന് വിളിക്കുമ്പോൾ അവർ പറയാറുള്ളത് 35 വർഷമായിട്ട് LDF ഭരിക്കുന്നത്, 40 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നത്, 1/4 നൂറ്റാണ്ടായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നത്. കേരളം മുഴുവൻ ഇതുപോലെയുള്ള അവസ്ഥയാണ്. മടുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം ഇടതുപക്ഷ സർക്കാരിനെ പുറത്താക്കാൻ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തതാണ്. ആ പോളിംഗ് ബൂത്തിൽ പോയി ജനങ്ങളുടെ വെറുപ്പിന്റെ അവസാനം വോട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായത്. ഈ ജനവിധി വന്നപ്പോൾ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാചകം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ കേട്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാചകം, ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന ജനപ്രതിനിധികളും നിലവിലുള്ള ജനപ്രതിനിധികളുമൊക്കെ ഒരു വേദവാക്യം പോലെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വാചകം ഞാൻ ഒരാളിൽ നിന്ന് കേട്ടു. അത് മറ്റായിരുന്നുമല്ല, മഹാനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളിൽ നിന്ന് ഞാൻ കേട്ട ഒരു വാചകമാണ്. അദ്ദേഹത്തെ കാണാൻ വന്ന ജനപ്രതിനിധികളോട് പറഞ്ഞു, നിങ്ങൾ ജയിച്ചു വന്നതല്ല, നിങ്ങളെ ജയിപ്പിച്ചു വിട്ടതാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണമെന്ന് മഹാനായ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ അപ്പോൾ ഓർത്തു, ഈ വാചകം കേവലം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം പ്രസക്തമായതല്ല, മറിച്ച് ഇനി വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന ജനപ്രതിനിധികൾ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ട, എന്നും ഓർമ്മിക്കേണ്ട വാചകമാണ്. കാരണം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയത്. അത് നമുക്കൊരു പാഠമാകേണ്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ താഴെ തലത്തിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള CPMന്റെ റാങ്ക് ആൻഡ് ഫയൽ ലീഡർഷിപ്പ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ, ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ അവരുടെ ശരീരഭാഷയിൽ, അവരുടെ സംസാര ഭാഷയിൽ, അവരുടെ ആംഗ്യ വിക്ഷേപങ്ങളിലൊക്കെ അവർ സ്വാംശീകരിച്ചിട്ടുള്ള അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അഹങ്കാരത്തിന്, ധാർഷ്ട്യത്തിന്, ധിക്കാരത്തിന്, കടക്ക് പുറത്തെന്ന അഹങ്കാരം നിറഞ്ഞ മാധ്യമപ്രവർത്തകരോടക്കം പെരുമാറുന്ന രീതിക്കൊക്കെ കേരളത്തിൽ ജനങ്ങൾ കൊടുത്ത ചുട്ട മറുപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും ഒന്നും ഒരിക്കലും നമ്മുടെ ശരീരഭാഷയിൽ ഉണ്ടാവരുതേ, നമ്മളൊരിക്കലും അവരുടേതുപോലെ ആകരുതേ എന്ന പ്രാർത്ഥനയായിരിക്കണം ഓരോ ദിവസവും രാവിലെ നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒരു ജനപ്രതിനിധി എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കേരളം ഭരിക്കുന്ന ആളുകളും കേന്ദ്രം ഭരിക്കുന്നവരും നിൽക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം ഏറ്റവും നാണം കെട്ട ചില നിമിഷങ്ങളിലൂടെ കൂടി കടന്നു പോവുകയാണ്. നമുക്കറിയാം, അമേരിക്കയിലുള്ള നിയമപ്രകാരം അവിടെ പലപ്പോഴും വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാലാണ് ഏറ്റവും രഹസ്യാത്മകമായിട്ടുള്ള വിവരങ്ങളൊക്കെ പരസ്യപ്പെടുത്തുക. അങ്ങനെയാണ് അമേരിക്കയിലെ പല നിർണായകമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും ഒക്കെ ജനങ്ങളുടെ കൈവശം പബ്ലിക്കിന് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ വെളിപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നം, ബഹുമാനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്.
ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അമേരിക്കയിൽ അടുത്ത ദിവസങ്ങളിലാണ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നത്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, ആ കൊടും ക്രിമിനൽ ലൈംഗികാതിക്രമണ കേസുകളിൽ ജയിലിലാക്കപ്പെട്ട ക്രിമിനലായിരുന്നു. അയാളിൽ നിന്ന് ഒട്ടേറെ രഹസ്യരേഖകളും ലോക നേതാക്കളുമായിട്ടുള്ള അയാളുടെ ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വന്നു. ലോക നേതാക്കളുമായിട്ടുള്ള സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തുന്ന വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലായിരുന്നു ഈ പറയുന്ന വ്യക്തി. അദ്ദേഹം ജയിലിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇയാളുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പല ലോക നേതാക്കളും അതിൽ ആരോപണ വിധേയരായിട്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇത്തരം ഒരു കേസ്, ഒരു നാറിയ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരുടെയും പേര് വരരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചതാണ്. കാരണം എന്തായാലും നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇതുപോലെയുള്ള കേസുകളിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അപമാനകരമാണ്. പക്ഷെ ഇന്നലെ ദൗർഭാഗ്യവശാൽ ആ വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഫയലിലുണ്ട് എന്നുള്ളത് ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ പറയുന്ന കൊടും ക്രിമിനലായ വ്യക്തിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലിൽ പോയി അമേരിക്കയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഡാൻസ് ചെയ്തു, നൃത്തം ചെയ്തു, പാട്ടുപാടി എന്ന രീതിയിലാണ് ഈ പറയുന്ന ഫയലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ച ഇമെയിലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കാൻ പോലും കേന്ദ്ര സർക്കാരിനോ BJPക്കോ കഴിഞ്ഞിട്ടില്ല. ദേശഭക്തിയുടെ മൊത്തക്കച്ചവടക്കാരായിട്ടുള്ള BJP ഇതേ സംഭവം മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുമ്പോഴാണ് നടന്നിരുന്നതെങ്കിൽ ഏത് രീതിയിലാകുമായിരുന്നു പ്രതികരിക്കുക? ഇന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതുപോലെ ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട ഫയലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് വരിക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ഇന്ത്യൻ പൗരന്മാർ ഇന്ന് അപമാനഭാരം കൊണ്ട് ശിരസ് കുനിയേണ്ടി വരുന്ന അവസ്ഥയിലാണുള്ളത്. ഈ അവസ്ഥ വരുത്തി വെച്ചത് BJPയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമാണ്. മറുപടി പറഞ്ഞേ മതിയാകൂ. ഭൂരിപക്ഷമുണ്ടെന്ന് കരുതി അധികാരത്തിന്റെ എല്ലാ അഹങ്കാരവും ധാർഷ്ട്യവും കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല എന്ന രീതിയിലാണ് BJPയുടെ തീരുമാനമെങ്കിൽ, പെരുമാറ്റമെങ്കിൽ ഇത് ജനാധിപത്യമാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിന് ശക്തിയുണ്ട്. നമ്മളെല്ലാവരും ആ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ അഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പറയുന്ന കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയുമായി ഏതെങ്കിലും ഘട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ് പുറത്തു പോവുക എന്നുള്ളതാണ് മോദിയും സംഘവും ചെയ്യേണ്ടത് എന്ന് ഞാൻ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുക. മറ്റൊരു പോംവഴി നിങ്ങളുടെ മുന്നിലില്ല. കാരണം നിങ്ങൾ ഈ നാടിനെയാണ് നാണം കെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ഈ രാജ്യത്തെയാണ് നാണം കെടുത്തിയിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ ഒരു മുൻ പ്രധാനമന്ത്രിക്കും ഒരു ദേശീയ നേതാവിനും ഇതുപോലെയുള്ള ഒരു നാണക്കേടിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, നമ്മുടെ പൂർവികർ നേടുന്ന സ്വാതന്ത്ര്യവും ആ രാജ്യം നമുക്ക് നൽകിയിട്ടുള്ള മനോഹരമായ ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടത്തിലാണ്. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ആ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണെങ്കിൽ ആ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കരുത്തേകിക്കൊണ്ട് കൂടെ നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഒരുപക്ഷെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ വലിപ്പം നോക്കുമ്പോൾ ചെറുതായിരിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ, അധസ്ഥിതന്റെ, അപരവൽക്കരിക്കപ്പെട്ടവന്റെ പോരാട്ടങ്ങൾ സംരക്ഷിക്കാൻ, അവകാശങ്ങൾ സംരക്ഷിക്കാൻ
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ നേതൃത്വവും നടത്തുന്ന പോരാട്ടങ്ങൾ അത് പാർലമെന്റിനകത്തായിക്കോട്ടെ, ഇനി സുപ്രീം കോടതിയിലായിക്കോട്ടെ, തെരുവുകളിലായിക്കോട്ടെ, ആ മുസ്ലിം ലീഗിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ആ പോരാട്ടത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് അത് അവരെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ വലുപ്പവുമായി മാത്രം ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ല. രാജ്യത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള പോരാട്ടങ്ങൾ അത് സുപ്രീം കോടതി മുതൽ പാർലമെന്റ് വരെ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ തൊഴിലാളി യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ പ്രസംഗിക്കാൻ എനിക്ക് അവസരം തന്നതിൽ ഒരിക്കൽ കൂടി അതിന്റെ നേതൃത്വത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്.